ബിന്ദുവിൻ്റെ മരണം ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നതാണ് ഈ ഉമ്മാങ്കുന്ന് പ്രദേശവാസികളെ. ഇവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ പോലും. ഇത് നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള ബിന്ദുവാണ്, ബിന്ദു അമ്മ എന്നാണ് സുഹൃത്തുക്കളൊക്കെ പോലും വിളിക്കുന്നത്. ബിന്ദുവായിരിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറെ കഷ്ടതകൾ അനുഭവിച്ച ഒരു സ്ത്രീ കൂടിയായിരുന്നു ബിന്ദു. കാരണം 2 മക്കളാണ്. നമുക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം, വളരെ ചെറിയൊരു വീടാണ്. ഈ കുഞ്ഞു വീട്ടിലാണ് ഈ 5 അംഗ കുടുംബം താമസിച്ചിരുന്നത്. ബിന്ദുവിൻ്റെ അമ്മ 85 വയസ്സുള്ള സീതാലക്ഷ്മി, ഒപ്പം തന്നെ 2 മക്കൾ, 20 വയസ്സ് പിന്നിട്ട് 2 മക്കൾ, ഭർത്താവ്, ബിന്ദു. ഈ 5 അംഗ കുടുംബം താമസിച്ചിരുന്ന വീടാണ് ഇത്. ഈ വീട്ടിൽ നിന്നാണ്, ഈ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ബിന്ദു മക്കളെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ ശ്രമിച്ചത്. മകനെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ. മകൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന വർഷം പഠിക്കുമ്പോഴാണ് മകൾക്ക് നടുവിനൊരു വേദന വരികയും പിന്നീട് അത് ഒരു ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുകയും അതിൽ സർജറി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ബിന്ദു ഭർത്താവിനെയും ഒപ്പം തന്നെ മകളെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പോയത്. 3 ആഴ്ചയ്ക്ക് ശേഷം ശസ്ത്രക്രിയയും കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്, ബിന്ദു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഈ പ്രായമായ അമ്മ സീതാലക്ഷ്മി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെ തേടിയെത്തത് ഈ മകളുടെ വിയോഗ വാർത്തയാണ്. അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറത്താണ് ഈ വിയോഗ വാർത്ത. എന്തായാലും ഇപ്പോൾ ഇവിടെ ബിന്ദുവിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന, ബിന്ദു ഇവിടെ തലയോലപ്പറമ്പിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജീവനക്കാരിയാണ്. ബിന്ദു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സുഹൃത്തുക്കളും സമീപവാസികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഉള്ള ബന്ധുക്കളെല്ലാം തന്നെ പലരും മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. ചിലർ ഇവിടേക്ക് എത്തിയിട്ടും ഉള്ളൂ. എന്തായാലും ഇവർക്കിത് ഉൾക്കൊള്ളാനാകുന്നതിനും അപ്പുറത്താണ്. നമുക്കിവിടെ കാണാം, ഈ മക്കൾ മേടിച്ച പല ട്രോഫികളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. വിദ്യാഭ്യാസത്തിലൊക്കെ ഏറെ മുന്നിട്ട് നിൽക്കുന്ന 2 കുട്ടികളാണ്. അവരെ പഠിപ്പിക്കാനായി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചൊരു സ്ത്രീ കൂടിയാണ് ബിന്ദുവിൻ്റെ സുഹൃത്തുക്കൾ തന്നെയുണ്ട്. ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരമ്മയാണ്. അവരെ ഒരു സ്ഥലത്ത് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവൾ ജോലിക്ക് പോകുമായിരുന്നു. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചാണ് ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ മഴക്കാലം കൂടിയാണല്ലോ. ഭർത്താവിനും കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവിനും ജോലിയില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വരുമാനത്തിൽ മാത്രമായിരുന്നു അവരുടെ ജീവിതം. അറിയുമായിരുന്നു, അതൊക്കെ അറിയുമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ബാധ്യതകളും അവൾക്കുണ്ട്. മക്കളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാളായിരുന്നു. നല്ലത് മാത്രം പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നു. വിചാരിച്ചിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥ കണ്ടപ്പോൾ അവൾ ആകരുതേ എന്ന് പ്രാർത്ഥിച്ചു. മന്ത്രിക്ക് ആദ്യം പറഞ്ഞത് അവിടെ ആരെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കാൻ പാടില്ലെന്നില്ലേ. കൃത്യമായ ഒരു പരിശോധന നടന്നില്ല. തീർച്ചയായിട്ടും പലരുടെയൊക്കെ അനാസ്ഥയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തകർന്നു വീഴുന്ന ഒരു കെട്ടിടത്തിൽ ശുചിമുറിയാണ് ഉപയോഗിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ മോള് പറഞ്ഞപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാമായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അവളെ ജീവനോടെങ്കിലും അല്പമെങ്കിലും ജീവനോടെ ഒന്ന് തിരിച്ചു തരാമായിരുന്നു. ഇതാണ് പറയുന്നത്. ഈ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ. ഇവരെല്ലാം ഇവിടെയുണ്ട്. 80-85 വയസ്സായ ഒരു അമ്മയാണ് ആ മുറിയിൽ കിടന്ന് കരയുന്നത്. അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരെല്ലാവരും തന്നെ ഉള്ളത്. പല ഭാഗങ്ങളിൽ നിന്നായി ബന്ധുക്കളും പരിചയക്കാരും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അമ്മയുടെ പ്രായം കണ്ടാൽ അറിയാം, ഇനി ഈ അമ്മയ്ക്ക് ആ മക്കളെ നോക്കാനൊന്നും കഴിയുന്ന ഒരവസ്ഥയിലൊന്നുമല്ല. 20 വയസ്സ് പ്രായമുള്ള 2 മക്കളാണ് ബിന്ദുവിനുള്ളത്. ഭർത്താവിന് ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ആ രോഗങ്ങൾക്കിടയിൽ അദ്ദേഹം കെട്ടിട നിർമ്മാണ തൊഴിലിനൊക്കെ പോകുന്ന ഒരാളുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇവരുടെ ജീവിതം തന്നെ എങ്ങനെയാകും എന്ന ഒരു വലിയ ഒരു അങ്കലാപ്പിൽ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. എന്തായാലും ഇവർക്കിത് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറത്താണ്. ചേച്ചി, ബിന്ദു ചേച്ചിനെ എങ്ങനെ ഓർക്കുന്നു? ബിന്ദു ചേച്ചി ജോലിക്ക് പോകണേ ഞങ്ങളുടെ വാതുക്ക കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ കണ്ട് പരിചയമുള്ളതാണ്. ഞങ്ങളിവിടെ ജനിച്ച് വളർന്നതാണ്. അങ്ങനെ നല്ല പരിചയമുള്ളതാണ്. ഒരു പാവം ഇതാണ്. പിന്നെ ഈ ഇതിൻ്റെയാണെന്ന് വെച്ചാൽ ഇതിടിഞ്ഞ് വീണ് ഒത്തിരി മണിക്കൂർ ഞാൻ തന്നെ ചോദിച്ചു, ഇത് തന്നെ ഇവർ ഈ മണ്ണ് പോലും മാറ്റാത്തതെന്ന് എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു. ഒരു മനുഷ്യർ പോലും അവിടെ നിന്നിട്ട് ആ മണ്ണ് പോലും മാറ്റണില്ലല്ലോ,
അവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ മേല എന്നൊക്കെ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ബിന്ദുവാണെന്നും പറഞ്ഞ് ഞാൻ അയലോക്കത്തൊക്കെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ ബിന്ദു. പക്ഷേ ഈ കൊച്ചിങ്ങനെ ആശുപത്രി ഉള്ള വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞ നേരം കൊണ്ട് ഞാനിങ്ങനെ ആ കഴിഞ്ഞ് ഇവർ കൊണ്ടുപോകണേ ഞാൻ കണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് മരിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെ അറിഞ്ഞു. അന്നേരത്തേക്ക് ഇവരെല്ലാവരും ഞങ്ങളുടെ ചേച്ചി എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് TV കാണാനായിട്ട് നിന്നപ്പോൾ മരിച്ച കാര്യം പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. 2 മണിയായപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നതാണ്. ഒരു പ്രായമായ അമ്മയല്ലേ ഉള്ളത്? പ്രായമായ അമ്മയുള്ളൂ. ഭയങ്കര ഒരു ദുഃഖമായ അവരുടെ ശ്രദ്ധക്കുറവാണ്. അത് ശരിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവർ 2-2.5 മണിക്കൂറുള്ള അത് നമുക്ക് കാണുമ്പോഴറിയാം. മറ്റേ ഇവരൊക്കെ വന്നേച്ച് പറയണമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. വാർത്തയിൽ തന്നെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, പറയണുണ്ട് അതിലാരും ഇല്ല, അതിൽ അടച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയണതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ശ്രദ്ധക്കുറവിൻ്റെയാണ്. ാണ് ഇവരെല്ലാവരും പറയുന്നത്. എന്തായാലും ഇവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഒന്ന് ആദ്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ബിന്ദുവിൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 അംഗ കുടുംബത്തിൻ്റെ ഏക വരുമാന ആശ്രയം കൂടിയായിരുന്നു ബിന്ദു. ആ ബിന്ദുവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എങ്ങനെ ആ കുടുംബത്തിന് താങ്ങാനാകുമെന്ന് നമുക്ക് വാക്കുകളിലൂടെ പോലും വിവരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവിടെ.